അമ്പാണേ അണ്ണാ ശ്രദ്ധിക്കാൻ പറ. ശ്രദ്ധിക്കണം അങ്ങോട്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഞങ്ങളിന്ന് പോകുന്നത് ഈ ലാൽബാഗിലോട്ടാണ്. നമ്മുടെ ലാൽബാഗിൽ ഫ്ലവർ ഷോ തുടങ്ങിയിട്ട് എല്ലാവർക്കും അറിയാമല്ലോ. ഇൻഡിപെൻഡൻസ് ഡേക്കും റിപ്പബ്ലിക് ഡേ ടൈമിലാണ് ഫ്ലവർ ഷോ ഉള്ളത്. അപ്പം നമ്മൾ മുന്നേ പോയിട്ടുണ്ട്. പിള്ളേർ പക്ഷേ കുറച്ച് വലുതായതിന് ശേഷമൊന്നും നമ്മൾ ഫ്ലവർ ഷോയ്ക്ക് പോയിട്ടില്ല. കാരണം ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ടാണ് പോകാതിരുന്നത്. അപ്പോൾ മെട്രോ പോകുമായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. നമുക്ക് ലാൽബാഗിൻ്റെ ഫ്രണ്ടിൽ തന്നെ പോയി ഇറങ്ങാം. അപ്പോൾ നമ്മൾ മെട്രോ കയറാനായിട്ട് വന്നു. അപ്പോൾ ബാഗൊക്കെ പിള്ളേർ എടുത്തിട്ടുണ്ടായിരുന്നു. ചെക്കിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ മെട്രോ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ്. നമ്മൾ 2 വീലറിൽ വന്നിട്ട് മെട്രോ സ്റ്റേഷൻ്റെ അവിടെ പാർക്കിങ്ങിൽ വെച്ചു കേട്ടോ വണ്ടി. അതിന് ശേഷമാണ് മെട്രോ സ്റ്റേഷനിലേക്ക് ഇങ്ങനെ കയറി പോകുന്നത്. അപ്പം നമ്മുടെ മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത് ദാസരഹള്ളി മെട്രോ ആണ്. ഇവിടുത്തെ മെട്രോ ലൈൻ ഗ്രീൻ ലൈൻ നാഗസാന്ദ്ര വരെയാണ്. അപ്പോൾ നാഗസാന്ദ്രയിൽ നിന്ന് എടുക്കുന്ന ട്രെയിനാണ്. നമ്മുടെ സെക്കൻഡ് സ്റ്റേഷനാണ് കേട്ടോ ദാസരഹള്ളി. അപ്പോൾ ദാസരഹള്ളിയിൽ നിന്ന് ലാൽബാഗിലോട്ട് കുറച്ച് ദൂരമുണ്ട്. നമുക്ക് ടിക്കറ്റ് 45 രൂപ എന്തോ ആയിരുന്നു. അതാ പിള്ളേരും അച്ഛനും ഒക്കെ കൂടെ ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ പിള്ളേർക്കും ടിക്കറ്റ് എടുക്കണം, അവരൊക്കെ വലുതായില്ലേ. അതുകൊണ്ട് ടിക്കറ്റൊക്കെ എടുത്തു. 45 രൂപയാണ് ഒരാൾക്ക്. കുട്ടികൾ മെട്രോ പോയിട്ട് കുറച്ച് നാളായിട്ട് അപ്പോൾ അവർക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ മെട്രോയുടെ ടിക്കറ്റ്സ് ഇതാണെന്ന് എല്ലാവർക്കും അറിയില്ല. കോയിൻസ് പോലെ ഇരിക്കുന്ന ടിക്കറ്റ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ആ സർവീസിൻ്റെ അവിടെ വെച്ചിട്ട് എടുക്കണം. അതിനുശേഷം നമ്മൾ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ ഇത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം. അങ്ങനെയാണല്ലോ. അപ്പോൾ മെട്രോൻ്റെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ കുറച്ച് ടെൻഷൻ ഉണ്ടാകുന്ന അവർക്ക്. അയ്യോ ഇത് എങ്ങനെ ചെയ്യുന്നു, ഇവർ ഒറ്റയ്ക്കാണെങ്കിൽ ഇങ്ങനെ പോയിട്ടുമില്ല. അപ്പോൾ അച്ഛൻ അവിടെ മെട്രോ ടിക്കറ്റ് അവിടെ ഇൻ സർവീസിൻ്റെ അവിടെ വെച്ചിട്ട് എടുക്കുവാണ്. അങ്ങനെ വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഗേറ്റ് ഓപ്പൺ ആവും. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഗേറ്റ് ഓപ്പൺ ആയിട്ട് അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വന്നു. ഇനി ടിക്കറ്റ് എല്ലാം അത് അച്ഛൻ തന്നെ സൂക്ഷിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഇത് കളഞ്ഞു പോയാലോ. അതുകൊണ്ട് നമ്മൾ ഇനി പ്ലാറ്റ്ഫോം നമ്പർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് പോകേണ്ടത് സിൽക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈഡിലോട്ടാണ്. അതുകൊണ്ട് പ്ലാറ്റ്ഫോം നമ്പർ 2 ആണ്. പിന്നെ പ്ലാറ്റ്ഫോം നമ്പർ 1 നാഗസാന്ദ്ര സൈഡിലേക്ക് പോകുന്നത്. അപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 2ലേക്ക് നമ്മൾ അങ്ങനെ കയറി പോവുകയാണ് കേട്ടോ. സെക്കൻഡ് സ്റ്റോപ്പ് ആയതുകൊണ്ട് നമ്മുടെ അവിടെ നിന്ന് അത്ര തിരക്കുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ പോകുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാവരും ഈ ഹോളിഡേ ഒക്കെ കിട്ടുന്ന സമയത്ത് ലാൽബാഗി ഫ്ലവർ ഷോ കാണാനും മെജസ്റ്റിക്കിൽ പോലും ചിക്പേട്ടയിൽ പോലും അങ്ങനെ എല്ലാം ആയതുകൊണ്ട് നല്ല തിരക്കാണ് മെട്രോയിലെല്ലാം. അപ്പോൾ പ്ലാറ്റ്ഫോമിലെത്തി. അപ്പോൾ അപ്പുറത്തെ ഏതോ പ്ലാറ്റ്ഫോം 1 ഒരു മെട്രോ കിടപ്പുണ്ടായിരുന്നു. പിന്നെ എല്ലാം നമുക്കിവിടെ ഈ സ്ക്രീനിൽ കാണാമല്ലോ, ഏത് ടൈമിന് വരും, എത്ര സെക്കൻഡ്സ്, എത്ര മിനിറ്റ് കഴിഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ മെട്രോ ഒരു 5 മിനിറ്റ് ഗ്യാപ്പിലുള്ളത് കൊണ്ട് നല്ല സുഖമാണ് മെട്രോയിൽ പോകാൻ. അപ്പോൾ ഞങ്ങളിവിടെ മെട്രോ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുവാണ്. പിന്നെ ഈ 2 ആരോ മാർക്ക് കാണണില്ലേ, അവിടെയാണ് നമ്മൾ കയറാനൊക്കെ ആയിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ 2 സൈഡിലോട്ടാണ് ഡോർ വന്ന് ഓപ്പൺ ആവും. അതിൽ കൂടെ കയറാനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ആ പൊസിഷനിലൊക്കെ നിൽക്കുവാണെങ്കിൽ നല്ലത്. അപ്പോൾ നമുക്കിനി 3 മിനിറ്റും കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ നോക്കി മെട്രോ ഒക്കെ വരണത് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ പിള്ളേരുടെ ഓരോ ഡൗട്ട് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ദേവുവിന് ഭയങ്കര ഡൗട്ട് എന്തൊക്കെയൊക്കെയായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്, ലാൽബാഗിലോട്ട് എന്നൊക്കെ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിൽക്കുവാണ് ഫ്ലവർ ഷോ കാണാനും മെട്രോ കയറാനും എല്ലാത്തിനുമായിട്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ മെട്രോ വന്നു കേട്ടോ. കണ്ടോ? അപ്പോൾ നമുക്ക് ഡോർ ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ഇറങ്ങാനൊന്നും ഉണ്ടാവില്ല. ഇത് നമ്മുടെ സെക്കൻഡ് സ്റ്റോപ്പല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കയറി. പക്ഷേ നമുക്ക് സീറ്റൊന്നും കിട്ടിയില്ല. എല്ലാവിടെയും ഫുള്ളായിരുന്നു കേട്ടോ. ശരി, നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. കുറച്ച് അങ്ങോട്ട് എത്തിയ സീറ്റ് കിട്ടുമോ നോക്കാം. മെജസ്റ്റിക്കിലേക്കൊക്കെ ആയിരിക്കും എല്ലാവരും കൂടുതലുണ്ടാവുക സിറ്റിയിലേക്ക്. അപ്പോൾ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ നിന്നു. അപ്പോൾ സീറ്റൊക്കെ ഫുള്ളാണ്. അപ്പോൾ എല്ലാവരും അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ദേവു നോക്കുന്നത് അവിടെ നമ്മുടെ റൂട്ട് മാപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റോപ്പ് ഏതാ, എത്ര സ്റ്റോപ്സ് ഉണ്ട്, സിൽക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് വരെയുള്ള ഫുൾ ആ റൂട്ട് മാപ്പ് ഉണ്ട് അതിൽ. അപ്പോൾ അതൊക്കെയാണ് അവൾ നോക്കി എത്ര സ്റ്റോപ്പ് ഉണ്ടെന്നൊക്കെ എണ്ണി നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ. നമുക്ക് ഒരു 10-14 സ്റ്റോപ്പ് എന്തോ ഉണ്ടായിരുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ലാൽബാഗിലോട്ട് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ മെട്രോയിൽ പോകുന്നതൊക്കെയാണ് കേട്ടോ. അപ്പോൾ താഴത്തെ കുറച്ച് അമ്പലങ്ങൾ അമ്മ ഇതെടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഗോൾഡൻ ടെമ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ എനിക്ക് കാണിച്ചെന്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് സീറ്റൊന്നും കിട്ടിയില്ലേ. കുറേ നേരം നമ്മൾ നിന്നു കേട്ടോ. അപ്പോൾ ദേവുമൊക്കെ ക്ഷീണിക്കാൻ തുടങ്ങി. ഇനി അത്ര സമയമൊന്നുമില്ല, ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ നമ്മൾ എത്തും. നമ്മൾ ബസ്സിനും വണ്ടിക്കൊക്കെ പോണതിനൊക്കെ എത്രയോ ലാഭമാണ് മെട്രോനൊക്കെ പോണത് കേട്ടോ. ട്രാഫിക് ഇല്ലാത്തതുകൊണ്ട് സുഖമായി വേഗം എത്തും. അതുപോലെ ഓരോ സ്റ്റേഷനിൽ കുറച്ച് സമയമല്ലേ നിർത്തത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ലാഗ് വരത്തില്ല നമുക്ക്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടോ. അപ്പം ഞാനും ദേവും ഇരുന്നു കേട്ടോ. അപ്പോൾ ഇവർ 2 പേരും ഇങ്ങനെ നിൽക്കുവാണ്. ഇതിപ്പോൾ എവിടെയാണ്, ചിക്പേട്ട എന്തോ എത്തി തോന്നുന്നു. പിന്നെ നമ്മൾ ഇത്ര നേരം ഡോർ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്ന ലെഫ്റ്റ് സൈഡായിരുന്നു കേട്ടോ. ഇനി റൈറ്റ് സൈഡ് ഓപ്പൺ ചെയ്യും. നമ്മുടെ ഈ മെജസ്റ്റിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റ് സൈഡാണ് കേട്ടോ ജസ്റ്റ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ അവിടെ അണ്ടർഗ്രൗണ്ട് മെട്രോ ഒക്കെയാണ് മെജസ്റ്റിക്കെല്ലാം. പിന്നെ മെജസ്റ്റിക്കിൽ നിന്നാണ് പിന്നെ കുറേ മെട്രോ പർപ്പിൾ ലൈന് പിങ്ക് ലൈനൊക്കെ വരുന്നത്.
ഗ്രീൻ ലൈനൊക്കെ വരുന്നത് മെജസ്റ്റിക്കിൽ നിന്നാണ്. അവിടെ കുറേ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവിടെ നിന്നും ഭയങ്കര തിരക്കുണ്ട്. മെജസ്റ്റിക്കിൽ എന്തോ എത്തിയപ്പോൾ കുറച്ച് പേരൊക്കെ ഇറങ്ങി കേട്ടോ. പക്ഷേ എന്നാലും പിന്നെ ആൾക്കാരൊക്കെ കയറി, നമുക്ക് എല്ലാവർക്കും സീറ്റൊക്കെ കിട്ടി. എന്നാലും ഇത് കണ്ടോ, ഫുള്ള് തിരക്കാണ്. അങ്ങനെ നമ്മൾ ലാൽബാഗ് എത്തിയിട്ടോ. ഇനി മെട്രോയിൽ നിന്ന് പുറത്ത് കിടക്കണ്ടേ. അപ്പോൾ അതാ താഴോട്ട് ഇറങ്ങി വരുവാണ്. കുറേ പേരുണ്ട് ഇവിടെയൊക്കെ, ഭയങ്കര ക്യൂ ഒക്കെ. നമ്മൾ ഇറങ്ങി വരുമ്പോൾ കോയിൻ ഇടാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് കോയിൻ ഒരു ബാസ്ക്കറ്റിൽ ഇടുമായിരുന്നു, ക്യൂ പോലെ നിന്നിട്ട് അതിനകത്ത് ഇടുമായിരുന്നു. എന്ന് വെച്ചാൽ നല്ല റഷ് ആയതുകൊണ്ട് അങ്ങനെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതാ നമ്മൾ ലാൽബാഗിലേക്ക് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. മെട്രോ സ്റ്റേഷനിൽ ഇതാ പുറത്തോട്ട് ഇറങ്ങി. ഇനി കുറച്ച് ഫ്രണ്ട് സൈഡിലേക്ക് നടന്നാൽ മതി. നമുക്കിതാ ലാൽബാഗിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതാ ചുമരിലിങ്ങനെ മതിലിൽ ഇതാ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ പ്ലാന്റിൻ്റെ പേരും ഒറിജിനൽ സ്പീഷീസ് നെയിം അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അവിടുത്തെ ഈ മതിലെല്ലാം കാണാൻ. അപ്പോൾ ഇത് നിറയെ ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മളിത് മെട്രോ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് നടക്കാണ്ട്, കുറച്ച് നടക്കാനേ ഉള്ളൂ. നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാൽബാഗിൻ്റെ എൻട്രൻസിൽ എത്തും കേട്ടോ. അങ്ങനെ നമ്മൾ ലാൽബാഗിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടോ. അപ്പോൾ അതവിടെ എന്തൊക്കെയോ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ട്. ലാൽബാഗ് ബൊട്ടാനിക്കൽ ഗാർഡൻ, ഇതാ ബാംഗ്ലൂരുവാണിത്. അപ്പോൾ ഇതാ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഉള്ളിൽ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ നോക്കാം. അത്യാവശ്യം തിരക്കുണ്ട്. നമ്മൾ ഉച്ച സമയത്താണ് എത്തിയത്. ഈ സമയത്ത് എന്നാലും തിരക്ക് കുറച്ച് കുറവ് പോലെ എനിക്ക് തോന്നി. നമ്മളൊരു 12 മണിക്കൊക്കെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ ഒരു 1 മണിയൊക്കെ ആയി കാണും ഇപ്പോൾ നമ്മൾ ഇറങ്ങിയത്. ഇനി നമുക്ക് പോയിട്ട് ടിക്കറ്റ് എടുക്കണം കേട്ടോ ഫസ്റ്റ് തന്നെ. അപ്പോൾ ചേട്ടൻ ടിക്കറ്റ് എടുക്കാനായിട്ട് പോയിട്ട്, അപ്പോൾ കുട്ടികൾക്ക് 12 വയസ്സ് വരെ ഉള്ളവർക്ക് 30 രൂപയും പിന്നെ അഡൾട്ടിന് 80 രൂപ. ഗവൺമെൻറ് ഹോളിഡേയ്സ് വരുമ്പോൾ അത് 100 രൂപ. നമ്മൾ സൺഡേ ആണ് പോയത്, അപ്പോൾ നമുക്ക് 100 രൂപയാണ്. അങ്ങനെ നമുക്ക് 260 രൂപയായി മൊത്തം. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങ് കയറി ഉള്ളിലേക്ക് പോവുകയാണ് ചെയ്യണത്. സ്കാനറൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഉള്ളിലേക്ക് പോയിട്ട്. അപ്പോൾ അതാണ് എൻട്രൻസ്. ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ അങ്ങനെ ടിക്കറ്റും എടുത്തിട്ട് അത് ടിക്കറ്റ് എടുക്കുവാണ്. ടിക്കറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഉള്ളിലേക്ക് അങ്ങോട്ട് പോകണം. പിന്നെ വീട്ടിൽ നിന്ന് വരുമ്പോൾ വെള്ളവും കുറച്ച് സ്നാക്സ്, അതുപോലെ തൊപ്പി, കണ്ണട അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെങ്കിൽ വെയിലുണ്ടാവും തിരക്കുണ്ടാവും എന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ സെറ്റപ്പൊക്കെ ആക്കിയിട്ട് എല്ലാവരും പോയാൽ മതി കേട്ടോ. ഇപ്പോൾ അതാ പിള്ളേർ കണ്ണാടിയും തൊപ്പിയൊക്കെ വെച്ചു. വെയിലുണ്ട്, ഉച്ച സമയം ആയതുകൊണ്ട് നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാ എന്നിട്ട് നമുക്കിനി ഓരോന്ന് ഇനി കാണാൻ പോകും. പിന്നെ ലാൽബാഗ് എന്ന് പറഞ്ഞാൽ കുറേ നടക്കാനാണ്, കുറേ ഫ്ലവേഴ്സ് ഉണ്ടാവും, അതുപോലെ കുറേ സ്റ്റോളുകളുണ്ട്. അങ്ങനെ നടന്ന് കാണാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമുക്കെല്ലാം നടന്ന് കാണാം കേട്ടോ. നടക്കണതിൻ്റെ ഇടയിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ, അതിനായിട്ട് ഇത് 2-3-4 ഐസ്ക്രീം മേടിച്ചിട്ടു. അപ്പോൾ നമ്മൾ ഐസ്ക്രീം മേടിച്ച് അത് കഴിച്ചിട്ട് അങ്ങ് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ പിള്ളേർ ഐസ്ക്രീമൊക്കെ മേടിച്ചു. ബട്ടർ സ്കോച്ച് ഫ്ലേവറാണ് മേടിച്ചത്. എന്നിട്ട് ഇതാ കഴിച്ചിട്ട് അങ്ങ് നടക്കുവാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇഷ്ടംപോലെ സമൂസകളും അങ്ങനെ പിന്നെ മാംഗോ ഫ്രൂട്ട്സ് അങ്ങനെ കുറേ സ്റ്റോളുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം വിശക്കുവാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ കഴിക്കാനുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ വേ ടു ഗ്ലാസ് ഹൗസ് ആ ഒരു ബോർഡും കണ്ടിട്ട് അങ്ങനെ നടക്കുവാണ് കേട്ടോ. ഗ്ലാസ് ഹൗസിൻ്റെ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെയാണ് മെയിനായിട്ട് ഫ്ലവേഴ്സ് വെച്ചിട്ട് ഉണ്ടാക്കി വെക്കുന്നുണ്ടാവും. അപ്പോൾ ഇപ്രാവശ്യത്തെ എന്താ തീമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതായി പോകുമ്പോൾ റോസ് ഗാർഡൻ കണ്ടു. ഫുള്ള് വെറൈറ്റി ഓഫ് റോസസ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഫ്ലവേഴ്സ് ആണല്ലോ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്താണെങ്കിലും നല്ല കളർഫുള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം തീമൊക്കെ മനസ്സിലായിട്ടോ. നമ്മൾ പോകുമ്പോൾ തന്നെ കാണാം എല്ലാവിടെയും ഡോക്ടർ BR അംബേദ്കറിൻ്റെ ഫോട്ടോയും ഓരോരോ ഷോസും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഉള്ളിൽ നമ്മുടെ ഭരണഘടനയുടെ മോഡലൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണല്ലോ ഡോക്ടർ BR അംബേദ്കർ, ഭരണഘടനയുടെ ശില്പി. അപ്പോൾ അതാ നമുക്കിനി ഈ ക്യൂവിൽ നിന്നിട്ട് വേണം കേട്ടോ അവിടെ എത്താൻ. എല്ലാവരും കുടയൊക്കെ പിടിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ കയറാനുള്ള തിരക്കാണ്ടായിരുന്നുള്ളൂ, വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പെട്ടെന്ന് നീങ്ങുന്നുണ്ടായിരുന്നു ക്യൂ എല്ലാം. അപ്പോൾ ഇതാ നല്ല ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് നല്ല ഡെക്കറേറ്റൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് അവരത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ തന്നെ ഡോക്ടർ BR അംബേദ്കറിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്. പിന്നെ കുറേ ഫ്ലവേഴ്സ്, വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സ്, ചെടികളും അങ്ങനെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഇത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കുറച്ച് ഫ്ലവേഴ്സ് വെച്ചിട്ട് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെ പേരും ഒക്കെ റേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളും കുറേ ഡീറ്റെയിൽസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അവിടെ ഒരു ബുദ്ധൻ വെച്ചിട്ട് അതിൻ്റെ അവിടെയും കുറേ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കിലേക്കും കുറേ ഐറ്റംസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവിടെയും അവർ അതിൻ്റെ നോട്ട്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വായിക്കാനൊന്നും പറ്റിയൊന്നുമില്ല. അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ കാണാൻ എന്താണെങ്കിലും നന്നായിട്ടുണ്ട്. കാണാനും അറിയാനും കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പറഞ്ഞു കൊടുക്കാനും ഒക്കെ ആയിട്ട് നല്ല ഒരു ഇതുണ്ട്. നമുക്ക് പോയി കാണാനൊക്കെ നല്ലൊരു ഇതാണ് ലാൽബാഗിലെ ഫ്ലവർ ഷോ എല്ലാം. പിന്നെ മെയിനായിട്ട് എല്ലാവരും ഫോട്ടോ വീഡിയോ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തിരക്കാണ്. എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ അങ്ങ് നീങ്ങത്തില്ല. അങ്ങനെ നിന്നിട്ട് നമ്മളും അതൊക്കെ തന്നെയാണ്, ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നതിൽ തിരക്കായതുകൊണ്ട് അങ്ങനെ കുറേ സമയം അങ്ങനെ അവിടെ നിന്നു കേട്ടോ. പിന്നെ ഇത് അടുത്തത് ഓരോന്ന് കാണിച്ച് തരാം കേട്ടോ ഞാൻ. അപ്പോൾ ഇതവിടെ ഇങ്ങനെ കുറേ റൈറ്റിങ്സും നോട്ട്സും അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഇതങ്ങനെ നല്ല രീതിക്കെല്ലാം ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്.
അപ്പോൾ ഇവിടുത്തെ ഡെക്കറേഷൻസും നല്ല ഭംഗിയുള്ള ഓരോ തീം വെച്ചുണ്ടാക്കിയതൊക്കെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് ഇത്ര തിരക്കുണ്ടാവത്തുള്ളൂ. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആണ്. ഇഷ്ടം പോലെ സ്ഥലമാണ് നമുക്ക് നടക്കാനും കിടക്കാനും എല്ലാത്തിനും. ഗാർഡൻ ആയതുകൊണ്ട് ഇഷ്ടം പോലെ മരങ്ങളും ഉണ്ട്. നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തിരക്കൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. അതിന് ശേഷം നമുക്ക് പുറത്തിറങ്ങിയിട്ടുള്ള കാഴ്ചകൾ ഇനി കാണാം. അപ്പോൾ എല്ലാവരും ഇതുവരെയൊക്കെ കണ്ടില്ലേ. ഇനിയിപ്പോൾ നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇനി പുറത്തേക്ക് ഇറങ്ങിയത് പുറത്തിറങ്ങിയ വിശേഷങ്ങളൊക്കെ കണ്ടാലോ. അപ്പോൾ അതാ ജസ്റ്റ് നമ്മളിങ്ങനെ നടക്കുകയാണ്. ഇനി ഇതിൻ്റെ സൈഡിൽ ഫുള്ള് സ്റ്റോളുകളാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ വാങ്ങാനുള്ളവർക്കൊക്കെ വാങ്ങാൻ, ചെടിയുടെ വിത്ത് അല്ലെങ്കിൽ കുറേ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്, കുറേ അല്ലെങ്കിൽ നമ്മുടെ ബാഗ്, ഡ്രസ്സ്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള കുറച്ച് വീഡിയോസാണ് ഇനി ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണേ. ഇവിടെ ഒരു പീക്കോക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്ലവേഴ്സ് വെച്ചിട്ട്. പിന്നെ ഇതാ ചേട്ടന് കുറച്ച് എന്തൊക്കെ വിത്ത് ആവശ്യമുണ്ട് പറഞ്ഞപ്പോൾ ചെടികളുടെ വിത്തും അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ട് നടക്കുമായിരുന്നു. അപ്പോൾ എല്ലാ കടയിലൊക്കെ കയറിയിട്ട് വിലയൊക്കെ ഉണ്ട്, റേറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കും. ഇവിടെയൊക്കെ ആണെങ്കിൽ പിന്നെ നല്ല റേറ്റും ആയിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ് അച്ഛനും മക്കളും കൂടിയിട്ട്. അതിൻ്റെ ഇടയിൽ ഗാർഡനിലാണെങ്കിൽ പിന്നെയും കുറേ സെക്ഷൻസ് ഇങ്ങനെ ഫ്ലവേഴ്സ് വെച്ചിട്ട് ഓരോരോ മോഡൽസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല കളർ കോമ്പിനേഷൻസൊക്കെയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇനി കുറേ സ്റ്റോൾസാണ് കേട്ടോ. അപ്പോൾ റേറ്റും എല്ലാം എഴുതിയിട്ടിട്ടുണ്ട്. എല്ലാ ഐറ്റംസും ഉണ്ട്. ഫുഡാണെങ്കിലും ഡ്രസ്സാണെങ്കിലും ബാഗാണെങ്കിലും അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഷോപ്പിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണ്. പിന്നെ ഇനിയിപ്പോൾ ഒന്നും വാങ്ങണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ മരവും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അവിടെയൊക്കെ പോയിട്ട് നമുക്ക് ഇരുന്ന് റെസ്റ്റ് എടുക്കാം, റിലാക്സ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ഒരു ചെടിയുടെ വിത്താണ് കേട്ടത്. അതിൻ്റെ ഫ്ലവർ അതിൻ്റെ മേലെ വെച്ചിരിക്കുക, അതിൻ്റെ വിത്താണിത്. അപ്പോൾ ഇവിടെ 2-3 മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെടി ആവുകയാണെങ്കിൽ ഞാനത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ അപ്പോൾ ഇതാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കുറേ എല്ലാം നടന്ന് കണ്ടതിന് ശേഷം പിന്നെ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാനാണെങ്കിലും പിള്ളേർ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാനും ജസ്റ്റ് മുന്നേ പോയിട്ടുണ്ടെന്നുള്ളൂ. പക്ഷെ അധികം നമ്മളിങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇവിടെ സമയമൊന്നും. അപ്പോൾ ജസ്റ്റ് ഇന്ന് അത്ര തിരക്കില്ലാത്തതുകൊണ്ട് നമുക്കിതെല്ലാം പോയി കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ചെടികളൊക്കെ ആണെങ്കിലും വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഓരോ പ്ലാന്റിന് ഒക്കെ റേറ്റൊക്കെ എഴുതിയിട്ട് ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം ഞങ്ങളിങ്ങനെ നടന്ന് കണ്ടു കേട്ടോ. ഓരോ മരത്തിൻ്റെ അവിടെയും ഒക്കെ ഇങ്ങനെ ചെടികൾ, ചട്ടികളൊക്കെ വെച്ചിട്ട് നല്ല കളർഫുള്ളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിങ്ക്, വൈറ്റ്, ഇത് നമ്മുടെ മുക്കുറ്റിയൊക്കെ അല്ലേ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോസ് എടുത്തതാണ്.
കണ്ടപ്പോൾ പിന്നെ നമുക്ക് കുറേ പാറകൾ കണ്ടിട്ട് അതിൻ്റെ മേലൊരു അമ്പലം കാണാം. അപ്പോൾ ശരി അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് പോയി. അവിടെ ഇതാ അപ്പം ഞാനിവിടെ ചുറ്റിക്കറങ്ങുമ്പോൾ ഇത് അച്ഛനും മക്കളും കൂടി ചോളമൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ അതവിടെ ചുട്ടെടുക്കുവാണ്. ഈ മഞ്ഞപ്പൊടിയും പിന്നെ ഉപ്പ് മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ആക്കി തരുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ ചോളമൊക്കെ മേടിച്ചു. പിന്നെ ചോളമൊക്കെ ഇട്ടിരുന്ന് കഴിക്കലും നടത്തമൊക്കെ ആയിരുന്നു. ചോളമൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ട് ആ പാറയുടെ മേലെയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ലേക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാനായിട്ട് പോയി. അപ്പോൾ നിറയെ സ്ഥലങ്ങളാണ്. ഫുള്ള് ഇങ്ങനെ നടന്ന് കാണാം, ഫ്രീ ആയിട്ടിരിക്കാം. അപ്പോൾ ഇത് അങ്ങനെ ഒരു ലേക്ക് കണ്ടപ്പോൾ അവിടെ പോയി നിന്നു. അവിടെ മീനുണ്ടോ നോക്കി. മീൻ ഏതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇറങ്ങി വരുമ്പോൾ 2 സമൂസ കഴിച്ചു കേട്ടോ. പിന്നെ എന്തുവാ, പിന്നെ കുറച്ച് വെള്ളമൊക്കെ നമ്മളെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചു. ഇതൊക്കെ അങ്ങനെ താഴെ ഇങ്ങനെ കുറച്ചൊരു ലേക്ക് പോലെ അവിടെ എന്തോ ചെടിയൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വരുമ്പോഴാണ് പിന്നെ നമ്മളൊരു പെറ്റ് ഷോയുടെ ഇത് കണ്ടത്. അപ്പോൾ നമ്മൾ സെൽഫി ഫോട്ടോ പെറ്റ് ഷോ എന്നും പറഞ്ഞിട്ട് കണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ശരി കയറാമെന്ന് വിചാരിച്ചു. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ 30 രൂപയായിരുന്നു ഒരാൾക്ക് ടിക്കറ്റ്, കുട്ടികൾക്ക് 20 രൂപ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു കേട്ടോ ടിക്കറ്റ്. അപ്പോൾ അത് കുഴപ്പമില്ലായിരുന്നു. അത് ജസ്റ്റ് നമ്മളെല്ലാം കയറി കണ്ടു. പിന്നെ സെൽഫി ഫോട്ടോ പെറ്റ് ഷോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പാമ്പും ഉണ്ട്, പിന്നെ ഒരു ഓന്ത് പോലും ഒരു സാധനമുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ മേത്ത് വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. അപ്പോൾ അത് അവർ നമുക്ക് വെച്ച് തരും. എന്നിട്ട് നമുക്ക് സെൽഫി എടുക്കാം, ഫോട്ടോസ് എടുക്കാം. അതിന് ഒരാൾക്ക് 100 രൂപ വരും. നമ്മൾ തൽക്കാലം അതൊന്നും വേണ്ടാന്ന് വെച്ചു. പിന്നെ നമ്മൾ പെറ്റ് ഷോ ജസ്റ്റ് കണ്ടിട്ട് അങ്ങനെ ഇറങ്ങിയിട്ട്. അപ്പോൾ അത് നമ്മൾ കാണുന്ന കുറേ ഇത് തന്നെ കോഴികളും പക്ഷികളും അങ്ങനെ കുറേ റാബിറ്റ് എന്താണ് നമ്മുടെ എലി അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ചെറിയൊരു ഇത് ചുമ്മാ പൈസ മേടിക്കാനായിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഒരു പെറ്റ് ഷോ ഒക്കെ ആക്കി. അപ്പോൾ അത് ആൾക്കാർ ഇതാ മേത്ത് ഇങ്ങനെ പാമ്പിനെയൊക്കെ ഇട്ട് പിന്നെ ഓന്തിനെയൊക്കെ വെച്ചിട്ടൊക്കെ, ഓന്തല്ല അതിൻ്റെ വലിയൊരു സാധനമാണ്, എനിക്ക് വേറെ അറിയത്തില്ല. അപ്പോൾ അതിനെയൊക്കെ വെച്ചിട്ട് അങ്ങനെ ഫോട്ടോസ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ കാണാമല്ലോ ഈ സാധനത്തിനെയാണ് കേട്ടോ മേത്തൊക്കെ വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. ഇത് കണ്ട ആളുടെ കയ്യിൽ ഒരു പാമ്പും ഉണ്ട്, പിന്നെ അത് ആ ഒരു ഈ സാധനം ഉണ്ട് കേട്ടോ ഒന്നുപോലെ. അപ്പോൾ തോളത്തൊക്കെ വെച്ചിട്ട് ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. നമുക്ക് എന്താണെങ്കിലും വേണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ ഫോട്ടോ ഒന്നും എടുക്കുന്നില്ല. ഇതേ കണ്ടോ. അപ്പോൾ ഇതേ അങ്ങനെ അതൊക്കെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. പിന്നെ ഇങ്ങനെ കുറേ നടക്കാനൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ റിലാക്സേഷന് വേണ്ടി ഇരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിട്ട് ആ മരത്തിൻ്റെ താഴെയൊക്കെ ആയിട്ട് സുഖമായിട്ടിരുന്ന കുട്ടികൾ മരത്തിൻ്റെ മേലെ കയറലും ചാടിമറയലും കളിക്കലും അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടുന്ന് കഴിഞ്ഞ ഒരുവിധം നമ്മൾ നടത്തമൊക്കെ കഴിഞ്ഞു. ഫുള്ള് നടന്ന് കണ്ടു. ലാൽബാഗ് ഇപ്രാവശ്യമാണ് ഇത്രയും നന്നായി കണ്ടതെന്ന് എനിക്ക് തോന്നി. പിന്നെ മഴയൊക്കെ പെയ്തിട്ടാണെങ്കിൽ ഒരു തണുപ്പൊക്കെ ഫീൽ ഉണ്ടായിരുന്നു. നമ്മൾ ആ ഗ്ലാസ് ഹൗസിൻ്റെ അവിടെ കയറുമ്പോൾ നിൽക്കുമ്പോഴുള്ള വെയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഓക്കെ ആയിരുന്നു, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ ഇപ്പോഴും നിറയെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ അതാ ലാൽബാഗിൻ്റെ മെട്രോ സ്റ്റേഷനിൽ എത്തി. നമ്മൾ അവിടെ നിന്നിട്ട് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. പിന്നെ ഇതാ ഇവിടെ നിന്ന് ക്യൂ നിന്നിട്ട് വേണം കയറാൻ. തിരക്ക് കാരണം പേപ്പർ ടിക്കറ്റൊക്കെ മെട്രോ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെയെല്ലാം നല്ല തിരക്കാണല്ലോ, അതുകൊണ്ടാണ് ഈ ക്യൂ നിൽക്കേണ്ടത്. നമ്മുടെ അവിടുത്തെ സ്റ്റേഷനൊക്കെ ആണെങ്കിൽ ക്യൂ ഒന്നും വേണ്ട. മൊബൈൽ ഞാൻ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേ ഒരു പോലീസുകാരെ അവിടെ നിന്ന് പറയണ്ടായും വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല, പെനാൽറ്റി ആണെന്ന്. അതെന്താണെന്ന് വെച്ചാൽ മെട്രോ സ്റ്റേഷനിലൊന്നും റീൽസ് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള റൂളുണ്ട്. അപ്പം ഞാൻ ഫോൺ എടുത്ത് വെക്കട്ടെ കേട്ടോ. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണേ. അവൾ അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസ് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ശരി കേട്ടോ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണേ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇനി സപ്പോർട്ട് ചെയ്യണം, വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ. എന്നാൽ ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.